ഇന്ന് ഒരു കൊളാഷ് ചെയ്താലോ? എൻ്റെ കൊളാഷ് കുളവാകുമോയെന്നൊന്നും എനിക്കറിയില്ല. അവസാനം കണ്ടിട്ട് നിങ്ങൾ പറയണം കുളവായോ ഇല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ ഇതിന് ഞാനൊരു വലിയ ചാർട്ട് പേപ്പറിൻ്റെ ഹാഫ് എടുക്കുന്നു. എന്നിട്ട് നമുക്ക് എന്ത് പിക്ചറാണ് വരയ്ക്കേണ്ടത് അത് വരച്ചു കൊടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ളൊരു സ്കെച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ പേപ്പർ സെലക്ട് ചെയ്യുമ്പം നല്ല ഗ്ലേസിംഗ് ഉള്ള പേപ്പർ സെലക്ട് ചെയ്യാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിവിടെ വനിതയുടെ പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതിന് നല്ല ഗ്ലേസിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് ഫെവിക്കോൾ വേണം. ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ, എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നോ? പണ്ട് സ്കൂളിൽ നിന്ന് ഈ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പം കൊളാഷിൻ്റെ കോമ്പറ്റീഷൻ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഒരു 50 പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ ആ 50 പാർട്ടിസിപ്പൻസും ഇരുന്ന് പേപ്പർ കീറുക. ആ റൂം ഫുള്ളും നമുക്ക് ഈ ഒരു സൗണ്ട് ആയിരിക്കും കേൾക്കുന്നത്. പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫെവിക്കോളിൻ്റെ സ്മെല്ലും. പിന്നെ കൊളാഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാമേ. ഫസ്റ്റ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഗ്ലേസിംഗ് ഉള്ള പേപ്പർ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പേപ്പേഴ്സ് കട്ട് ചെയ്യുമ്പം സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് നല്ല പെർഫെക്റ്റ് ആയിരിക്കും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പേപ്പേഴ്സ് കട്ട് ചെയ്യുന്നത് സിസേഴ്സ് വെച്ചിട്ടല്ല, നമ്മൾ കൈ വെച്ചിട്ടാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കട്ട് ചെയ്യുമ്പോൾ ആ വൈറ്റ് ഷെയ്ഡ് കിട്ടണം. അതാണ് കൊളാഷിന് ഭംഗി കൊടുക്കുന്നത്. മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ലൈറ്റും ഷെയ്ഡും അനുസരിച്ച് പേപ്പേഴ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണേ. പേഷ്യൻസ് വേണം. നല്ല ടൈം എടുത്ത് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ കൊളാഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കുളവായോ അതോ കൊള്ളാവോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ലൈക്ക് വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.